വെൽക്കം ടു ദ വെരി ഫസ്റ്റ് എപ്പിസോഡ് ഓഫ് ഇൻസൈറ്റ്. 2025 കഴിയാൻ ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങളിൽ മാത്രമേ ബാക്കിയുള്ളൂ. ഈ വീഡിയോ കാണുന്നതിൽ 90% ആൾക്കാരെങ്കിലും വളരെ സന്തോഷത്തോടും പ്രതീക്ഷകളോടും അതിനോടൊപ്പം തന്നെ പുതിയ ഒരുപാട് റെസൊല്യൂഷൻസുമായിട്ടാണ് ഈ പുതിയ വർഷത്തെ വെൽക്കം ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്നത്. എന്നാൽ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, ഒരു വർഷം തുടങ്ങുമ്പോൾ നമ്മൾ എടുക്കുന്ന പല റെസൊല്യൂഷൻസും ചില ദിവസങ്ങളോ ആഴ്ചകളോ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കാറുള്ളൂ. ത്രൂ ഔട്ട് ദ ഇയർ അല്ലെങ്കിൽ ആ ഒരു റെസൊല്യൂഷനെ നമ്മുടെ പാർട്ട് ഓഫ് ലൈഫ് ആക്കാൻ നമ്മളെക്കൊണ്ട് സാധിക്കാതെ പോകാറുണ്ട്. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു 10 സൈക്കോളജിക്കൽ റീസൺസ് എന്തുകൊണ്ടാണ് നമ്മളെടുക്കുന്ന റെസൊല്യൂഷൻസ് നമ്മുടെ ലൈഫിൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റാത്തതും അതും അതിനെ കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ക്യാരി ഓൺ ചെയ്യാൻ പറ്റാത്തതും എന്നതിനെക്കുറിച്ചാണ്. സോ വെൽക്കം ടു ദ വീഡിയോ. ഹായ്, എൻ്റെ പേര് ഹെപ്സിബ. ഞാൻ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഫസ്റ്റ് സൈക്കോളജിക്കൽ റീസൺ: അൺറിയലിസ്റ്റിക് ഗോൾസ് ആൻഡ് ഓവർ എസ്റ്റിമേഷൻ. ഒരു വർഷത്തിൻ്റെ തുടക്കത്തിൽ ഒരുവിധം എല്ലാ ഇൻഡിവിജ്വൽസും വളരെയധികം മോട്ടിവേറ്റഡും ഒപ്റ്റിമിസ്റ്റിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ പല ഗോൾസ് സെറ്റ് ചെയ്യും. ലൈക്ക് ഐ ഗോ ടു ജിം എവറി ഡേ, ഐ സ്റ്റോപ്പ് ഈറ്റിംഗ് ജങ്ക് കംപ്ലീറ്റ്ലി. ഇതുപോലെയുള്ള ഡിസിഷൻസും ഗോൾസും നമ്മുടെ മുമ്പിൽ നമ്മൾ സെറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇതുപോലെയുള്ള ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ബയസസ് നമ്മുടെ ചലഞ്ചസിനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ഒരു ചേഞ്ച് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാനുള്ള നമ്മുടെ എബിലിറ്റീനെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇൻ റിയാലിറ്റിയിൽ നമ്മുടെ മോട്ടിവേഷൻ പതിയെ കുറയുകയോ അല്ലെങ്കിൽ ഇല്ലാതാവുകയും ചെയ്യുകയും നമ്മളെടുത്ത ഡിസിഷൻസിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. സെക്കൻഡ് സൈക്കോളജിക്കൽ റീസൺ: ലാക്ക് ഓഫ് ഇൻട്രിൻസിക് മോട്ടിവേഷൻ. അതായത് നമ്മൾ സോഷ്യൽ പ്രഷർ അല്ലെങ്കിൽ ഗിൽറ്റ് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന ട്രെൻഡിൻ്റെ ബേസിലാണ് നമ്മൾ ഗോൾസ് സെറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ഫെയിൽ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സൈക്കോളജിക്കലി ഒരു ബിഹേവിയർ ലാസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പേഴ്സണൽ വാല്യൂസ് അല്ലെങ്കിൽ പേഴ്സണൽ മീനിങ്ങിൽ നിന്നുണ്ടാവുന്ന മോട്ടിവേഷൻ കാരണമാണ്, റാദർ ദാൻ ഒരു എക്സ്റ്റേണൽ വാലിഡേഷൻ. തേർഡ് റീസൺ: ഹാബിറ്റ് ഫോർമേഷൻ ഈസ് സ്ലോ. ബിഹേവിയർ ചേഞ്ച് എന്ന് പറയുന്നത് ഹാബിറ്റ് ഡ്രിവൺ ആണ്, റാദർ ദാൻ മോട്ടിവേഷൻ ഡ്രിവൺ. അതായത് ഒരു കാര്യത്തെ നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുകയും കൺസിസ്റ്റൻ്റ് ആയിട്ടും ചെയ്യുകയും ചെയ്യുമ്പോൾ അവിടെ അതൊരു ഹാബിറ്റായിട്ട് ഫോം ചെയ്യാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്നാൽ ഈ കൺസിസ്റ്റൻസി കുറയുമ്പം അത് ഹാബിറ്റായിട്ട് ഫോം ചെയ്യാത്തതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ക്യാരി ഓൺ ചെയ്യാനുള്ള ചാൻസ് കുറയുകയും അല്ലെങ്കിൽ അത് അവിടെ ഇല്ലാതാവുകയും ചെയ്യുകയാണ് ചെയ്യുക. ഫോർത്ത് സൈക്കോളജിക്കൽ റീസൺ: ഓൾ ഓർ നത്തിങ് മൈൻഡ് സെറ്റ്. നമ്മൾ ഇൻഡിവിജ്വൽസിന് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം ഇങ്ങനെ ഉള്ള ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ ഗോളിനെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. ഒന്നെങ്കിൽ എനിക്ക് എല്ലാം ചെയ്യണം, അല്ലെങ്കിൽ എല്ലാം പെർഫെക്റ്റായിട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ചെയ്യാതിരിക്കുക. ഈ ഒരു മൈൻഡ് സെറ്റ് നമ്മുടെ പ്രോഗ്രസ്സിന് ഒരു ഒബ്സ്റ്റിക്കിളാണ്, ഒരു തടസ്സമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഗോളിനോട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മൾ ആ ഗോളിനെ കംപ്ലീറ്റ് ആയിട്ട് അബാൻഡൻ ചെയ്യാനുള്ള ചാൻസാണ് കൂടുതൽ. ഫിഫ്ത്ത് സൈക്കോളജിക്കൽ റീസൺ: ലാക്ക് ഓഫ് ക്ലിയർ സ്ട്രാറ്റജി. നമ്മൾ പലപ്പോഴും എടുക്കുന്ന ഡിസിഷൻസ്, നമ്മൾ പലപ്പോഴും എടുക്കുന്ന റെസൊല്യൂഷൻസ് വേഗാണ്. ഫോർ എക്സാമ്പിൾ, ഐ വോണ്ട് ബി ഹെൽത്തിയർ, ഐ വോണ്ട് ബിക്കം സക്സസ്ഫുൾ, ഐ വോണ്ട് ബി മോർ പോസിറ്റീവ്. സൈക്കോളജിക്കലി നമ്മുടെ ബ്രെയിനിന് വേഗ് ഇൻറ്റൻഷൻസിനെ ബിഹേവിയേഴ്സായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മുമ്പിൽ സ്പെസിഫിക് ടാസ്ക് ഉണ്ടാകുക, ടൈം ലൈൻസ് ഉണ്ടാകുക, പെർട്ടിക്കുലർ ട്രാക്കിംഗ് സിസ്റ്റംസ് ഉണ്ടാകുക. ഇത് ഇല്ലാത്തപ്പം നമ്മുടെ ഗോൾസ് വെറും ഒരു ഐഡിയാസ് മാത്രമായിട്ടാണ് റിമെയിൻ ചെയ്യുന്നത്, റാദർ ദാൻ അതിനെ ഒരു ആക്ഷനിലോട്ട് ലീഡ് ചെയ്യാനുള്ള ചാൻസ് വളരെ കുറവാണ്. സിക്സ്ത് സൈക്കോളജിക്കൽ റീസൺ: ഇമ്മീഡിയറ്റ് റിവാർഡ്സ് വേഴ്സസ് ഡിലേഡ് റിവാർഡ്സ്. ഹ്യൂമൻ ബ്രെയിൻ എപ്പോഴും ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷന് വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ മോട്ടിവേഷൻ സിസ്റ്റംസ് പെട്ടെന്ന് റിവാർഡ്സ് കിട്ടുന്ന ഗോൾസ് ആയിരിക്കും ചെയ്യാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, റാദർ ദാൻ നമുക്ക് ഇച്ചിരി ഡിലേഡ് റിവാർഡ്സ് കിട്ടുന്ന ഗോൾസിൽ. ഫോർ എക്സാമ്പിൾ, ലിസ്ണിംഗ് ടു മ്യൂസിക് നൗ ഫീൽസ് ഗുഡ് വേഴ്സസ് എക്സസൈസ് ഗിവ്സ് മീ റിവാർഡ് ലേറ്റ്.
സെവൻത് റീസൺ, ലോ സെൽഫ് എഫിക്കസി. സെൽഫ് എഫിക്കസി എന്ന് വെച്ചാൽ നോ ബിലീഫ് ഇൻ വൺസ് എബിലിറ്റി ടു സക്സീഡ്. അതിന് അപ്പുറമായിട്ട് ഒരു വ്യക്തി അവരെക്കുറിച്ച് തന്നെ ഞാൻ മുൻപും ഫെയിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ ഡിസിപ്ലിൻഡ് അല്ല, ഞാൻ പ്രോക്കാസ്റ്റിനേറ്റർ ആണ് എന്നുള്ള മുൻവിധിയോടുകൂടിയാണ് ഒരു ഗോളിനെ സെറ്റ് ചെയ്യുകയും അല്ലെങ്കിൽ ആ ഗോളിലേക്ക് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പം അതിൽ കണ്ടിന്യൂ ചെയ്യാൻ അല്ലെങ്കിൽ അതിൽ ക്വിറ്റ് ചെയ്യാൻ, പെട്ടെന്ന് തന്നെ ക്വിറ്റ് ചെയ്യാനുള്ള ചാൻസ് വളരെയധികം കൂടുതൽ. എയ്ത്ത് റീസൺ, ഇമോഷണൽ റെഗുലേഷൻ ഡിഫിക്കൽട്ടീസ്. അതായത് നമ്മളെടുക്കുന്ന പല റെസൊല്യൂഷൻസ് അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന പല ഡിസിഷൻസും നമ്മളൊരു ഇമോഷൻ കോപ്പിംഗ് സ്ട്രാറ്റജി ആയിട്ടാണ്. ഫോർ എക്സാമ്പിൾ, ഐ വിൽ ഗോ ടു ജിം എവറി ഡേ, ഇറ്റ് വിൽ റിഡ്യൂസ് മൈ ആങ്സൈറ്റി. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇമോഷൻസ് അറൈസ് ചെയ്യുമ്പം നമ്മുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി കംഫർട്ടാണ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് ചെയ്യുന്ന ഗോൾസിലോട്ട് നമുക്ക് ഫുൾഫിൽ ചെയ്യുന്നതിന് പകരം നമ്മുടെ ഹോൾ ബിഹേവിയറിലോട്ട് പോകാനുള്ള ചാൻസാണ് അവിടെ കൂടുതൽ. നയൻത് റീസൺ, എൻവയറമെൻറ്റ് ഈസ് നോട്ട് സപ്പോർട്ട്. നമ്മൾ പലപ്പോഴും പുതിയ റെസൊല്യൂഷൻസ് എടുക്കാറുണ്ട്, എന്നാൽ നമ്മുടെ എൻവയറമെൻറ്റിൽ ചേഞ്ചസ് ഒന്നും നമ്മൾ വരുത്താറില്ല. ഹാബിറ്റ് ചേഞ്ച് എപ്പോഴും കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവാണ്. നമ്മുടെ പഴയ ബിഹേവിയറിനോട് ഡിസൈൻ ചെയ്തിരിക്കുന്ന എൻവയറമെൻറ്റിൽ നമ്മുടെ പുതിയ റെസൊല്യൂഷനെ ഫുൾഫിൽ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിനൊരു വലിയ ടാസ്ക്കാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ അതിനെ ഫുൾഫിൽ ചെയ്യാതിരിക്കാനുള്ള ചാൻസാണ് അവിടെ കൂടുതലുള്ളത്. ദ ലാസ്റ്റ് റീസൺ, ഐഡൻറ്റിറ്റി മിസ്മാച്ച്. ഐഡൻറ്റിറ്റി മിസ്മാച്ച്. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പം അതെപ്പോഴും നമ്മുടെ ഐഡൻറ്റിറ്റിയോട് അലൈൻ ചെയ്യുന്നതായിരിക്കണം. അതായത് നമ്മൾ നമ്മളെ തന്നെ ഒരു രീതിയിൽ ലേബിൾ ചെയ്യുമ്പം അതിനോട് അലൈൻ ചെയ്യുന്ന ഒരു ഗോൾ ആണെങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഐ ആം ലേസി അല്ലെങ്കിൽ ഐ ആം എ ബിഗ് പ്രോക്കാസ്റ്റിനേറ്റർ എന്നാണ് ഞാൻ എന്നെ തന്നെ ലേബിൾ ചെയ്യുന്നതെങ്കിൽ അതിനോട് അലൈൻ ചെയ്യാത്ത, അതിനെ സപ്പോർട്ട് ചെയ്യാത്ത എല്ലാ ഗോൾസും എനിക്കൊരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ആ ഗോൾസിനെ ഫുൾഫിൽ ചെയ്യാനുള്ള ചാൻസും എനിക്ക് വളരെ കുറവാണ്. സോ ഇതാണ് നമ്മളെടുക്കുന്ന പല റെസൊല്യൂഷൻസിലും നമ്മളെടുക്കുന്ന പല ഡിസിഷൻസിനെയും ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ പോകാത്തതിൻ്റെ ഒരു 10 സൈക്കോളജിക്കൽ റീസൺസ്. നെക്സ്റ്റ് ഇയറിലേക്ക് നിങ്ങൾ എടുക്കാനിരിക്കുന്ന പുതിയ റെസൊല്യൂഷൻസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് സൈക്കോളജിക്കലി സ്മാർട്ട് റെസൊല്യൂഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നാണ്. സോ താങ്ക് യു. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ ബൈ.